കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാർ പിഴയൊടുക്കി. MG ശ്രീകുമാറിന്റെ മുളവുകാട്ടെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വിടുന്നത് വിനോദസഞ്ചാരിയാണ് മൊബൈലിൽ പകർത്തിയത്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഒരു മാലിന്യപ്പൊതി കായലിലേക്ക് പതിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഈ കായൽ കയ്യേറ്റവുമായൊക്കെ ബന്ധപ്പെട്ട് ഈ MG ശ്രീകുമാറിനെതിരെ കേസും മറ്റും ഉണ്ടായിരുന്നു. നിയമ നടപടിയൊക്കെ നേരിട്ട ആളാണ്. പിന്നീട് അതും പിഴയൊക്കെ ഒടുക്കി ആ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് പുതിയൊരു സംഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു വിനോദസഞ്ചാരി അതിലൂടെ കടന്നുപോയ ഒരാൾ പകർത്തിയ ദൃശ്യം കൂടിയാണ്. ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടാവുകയും തുടർന്ന് നഗരസഭ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും പിഴ ഒടുക്കണം എന്ന് MG ശ്രീകുമാറോട് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തത്. വീഡിയോ ദൃശ്യവും അതിൽ ദിവസവും സമയവും സ്ഥലവും ഒക്കെ പരിശോധിച്ചാണ് പഞ്ചായത്താണിത്. പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. 25,000 രൂപയാണ് പഞ്ചായത്ത് MG ശ്രീകുമാറിൻ്റെ എതിരെ പിഴ ഒടുക്കിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നേരത്തെ ഈ വീട് വിവാദമായതാണ്. കൊച്ചി കായൽ കയ്യേറ്റം എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നേരിട്ട ഒരാൾ കൂടിയാണ് നമ്മുടെ MG ശ്രീകുമാർ എന്ന ഗായകൻ. ഇപ്പോൾ മറ്റൊരു കുടുക്കിൽ കൂടി പെട്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 4 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ വളരെ യാദൃശ്ചികമായിട്ട് ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൊച്ചി കായലിലൂടെ പോകുന്ന വിനോദസഞ്ചാരികൾ, അവർക്ക് ഈ കായൽ യാത്ര എല്ലാം തന്നെ അവർക്ക് ഇവിടെ വരുന്നവർക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ അതുവഴി കടന്നു പോകുമ്പോൾ ഈ സ്ഥലവും ദൃശ്യങ്ങളും എല്ലാം പകർത്തി പോകുന്നു. അപ്പം ഈ പലർക്കും തന്നെ അറിയാം, ഇത് ഈ MG ശ്രീകുമാറിൻ്റെതടക്കമുള്ള വീട് ഇവിടെയാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി തവണ അതിൻ്റെ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അടക്കം വാർത്തകൾ ഉണ്ടായിരുന്ന ഒരിടം കൂടിയാണ് അതെല്ലാം തന്നെ. അപ്പോൾ പല സെലിബ്രിറ്റികൾക്കും ഈ ഭാഗത്ത് വീടുകൾ, ഫ്ലാറ്റുകൾ ഇതെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ലാൻഡ്മാർക്കിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം തന്നെ പലപ്പോഴും പലരും അതിൽ ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട് ഇത് ശ്രീകുമാറിൻ്റെ വീടാണ് എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടെയാണ് വളരെ യാദൃശ്ചികമായിട്ട് ഒരാൾ വന്നിട്ട് ഈ മാലിന്യപ്പൊതി, പ്ലാസ്റ്റിക് കൂടെ അത് വലിച്ച് എറിയുന്നത് ദൃശ്യങ്ങൾ കൂടി വരുന്നത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വളരെ നിർണായകമാകുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഈ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നത്, പൊതുനിരത്തിലായാലും മറ്റിടങ്ങളിലായാലും ഇതെല്ലാം തന്നെ മലിനപ്പെടുത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ മന്ത്രി MB രാജേഷിനെ തന്നെ ഇത് ടാഗ് ചെയ്തുകൊണ്ട് ഇവർ സൂചിപ്പിക്കുകയും ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വരികയും ചെയ്തത്. അതുകൊണ്ട് നടപടിയില്ലേ എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയരുകയും ചെയ്തു. മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതനുസരിച്ചുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നടപടികളുണ്ടായി. അവർ ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സ്ഥലമാണ്, കാര്യങ്ങൾ ഈ ദിവസം പറയുന്നുണ്ട്, സമയം പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തതയുണ്ട് അതിന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങളടക്കം പിന്നീട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുളവുകാടാണ്, കൊച്ചിയുടെ തീരത്തുള്ള മുളവുകാടാണ്. മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നു. അവർ ഈ വീട്ടിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. വീട്ടുടമസ്ഥ MG ശ്രീകുമാറിനടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നതനുസരിച്ച് അദ്ദേഹം നൽകിയ വിശദീകരണം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, എപ്പോഴും തങ്ങുന്നൊരു വീടല്ല, യാത്രയും മറ്റു കാര്യങ്ങളും തന്നെയുണ്ട്. ജീവനക്കാരാണ് അവിടെ ഉണ്ടാവുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ അത് മറ്റ് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രകടിപ്പിച്ചില്ല എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഇതിൽ അവർ അംഗീകരിക്കുന്നു. കാര്യം ദൃശ്യങ്ങളുണ്ട്. തുടർന്ന് ഈ തുക അടക്കാൻ 25,000 രൂപ തുക അടക്കാനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. തുക അടച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. തുക ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പിഴത്തുക അടച്ചതിലൂടെ ഒരു സന്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ പൊതു ഇടങ്ങളിൽ ഈ രീതിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയാണെങ്കിൽ അത് തെളിവ് സഹിതമാണെങ്കിൽ ആരായാലും അതിൽ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും, അത് പിഴ അടക്കേണ്ടി വരും എന്നതുകൂടിയാണ്. എന്തായാലും കൊച്ചിയുടെ ഒരു കായൽ മേഖലയിൽ പൊതു ഇടത്തേക്ക്
മാലിന്യം വലിച്ചെറിഞ്ഞ ആ ദൃശ്യങ്ങൾ അത് വളരെ വൈറലായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ. അത് ആരാണ് എറിയുന്നത് എന്നൊന്നും മുഖമൊന്നും അതിൽ വ്യക്തമല്ല. പക്ഷേ ആ വീട്ടിൽ നിന്ന് തന്നെയാണ് എറിയുന്നത് എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മറുവാദങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ആ പിഴ അടക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും എം ജി ശ്രീകുമാർ കൊച്ചിയിലേക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ പിഴ അടച്ചിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡാനി, ഈ വീടുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നതാണല്ലോ. കായൽ കയറ്റവുമായൊക്കെ ചേർത്ത് വെച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അത് കേസാവുകയും മറ്റും ചെയ്തു. പിന്നീട് അതിൻ്റെ അവസ്ഥ എന്തായി മാറി? അത് പിന്നീട് ഇതുപോലെ പിഴയൊക്കെ അടച്ച് സെറ്റിൽ ചെയ്യുകയായിരുന്നു. പഞ്ചായത്ത് ഈ വീഡിയോ ദൃശ്യത്തിൻ്റെ പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ കാരണം ഇങ്ങനെയൊരു ഈ പറഞ്ഞ പോലെ വളരെ വ്യക്തമായ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇതിൽ ഈ കായൽ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കൊച്ചിയുടെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ, ബോൾഗാട്ടി, മുളവുകാട് തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വ്യാപകമായി ഉയരുന്ന ഒരു പരാതിയാണ് ഈ കായൽ കയ്യേറ്റം എന്ന് പറയുന്നത്. അത് ഈയിടങ്ങളിലാണെങ്കിൽ, ബോൾഗാട്ടിയിലും മുളവുകാടുമാണെങ്കിൽ അവിടെയെല്ലാം തന്നെ ഈ തീരപ്രദേശത്ത്, കായലിനോട് ചേർന്നുള്ള പ്രദേശത്തെല്ലാം തന്നെയും ഇത് സാർവത്രികമായിട്ട് തന്നെ അത് ഒരു പൊതു സ്വഭാവം എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കർശന നിയമത്തിലൂടെ തന്നെ അതിനെ തടയിടാൻ കഴിഞ്ഞിരിക്കുന്നത്. എം ജി ശ്രീകുമാറിൻ്റെ വീട് അവിടെ വരുമ്പോൾ തന്നെയും മറ്റൊരു വീട് വാങ്ങിച്ച് അദ്ദേഹം പുതുക്കി പണിതായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോഴും ഈ ഒരു കയ്യേറ്റം സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൽ കോടതിയിലേക്ക് അടക്കം അത്തരം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. പിന്നീട് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയും പിഴയൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ നീങ്ങിയെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങളിൽ അവിടെ അളന്ന് തിട്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പഞ്ചായത്തിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ മേഖലയിൽ പലയിടങ്ങളിലായിട്ട് എം ജി ശ്രീകുമാർ മാത്രമല്ല മറ്റു പല വ്യക്തികളും പലയിടങ്ങളിലും ഈ കായൽ കയ്യേറുന്ന ഒരു സ്വഭാവത്തിലേക്ക് അടക്കം വന്നിരുന്നു. അവർക്ക് കർശനമായ താക്കീതും പിഴയും നൽകി അത് വലിയ കയ്യേറ്റങ്ങൾ അതൊഴിപ്പിക്കുകയും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഈ പിഴയും മറ്റു താക്കീതും എല്ലാം തന്നെ നൽകുകയായിരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വളരെ കർശനമായിട്ടാണ് കൊച്ചിയുടെ ഈ കായൽ മേഖലയിൽ ഇപ്പോൾ നോക്കുന്നത്. കാരണം കണ്ണ് തെറ്റിയാൽ കയ്യേറുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് കർശന നടപടികളിലേക്ക് നീങ്ങാൻ തന്നെ അധികൃതർ നിർബന്ധരാകുകയും ചെയ്തത്. എന്തായാലും കായൽ മേഖലയിൽ തുടരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടി ഒരു ജാഗ്രതായ കണ്ണുണ്ട് എന്നതുകൂടി തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം. രഞ്ജിത്ത്, ഏതായാലും എം ജി ശ്രീകുമാറിന് 25,000 രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് പഞ്ചായത്ത്. കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത്. കായലിലൂടെ യാത്ര ചെയ്ത ഒരു വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങളാണ് എം ജി ശ്രീകുമാറിന് വിനയായത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.